ഇന്നലെ ഈ ഒരു പരാതി വന്നത് മലപ്പുറത്ത് നിന്നായിരുന്നു. കാരണം 75 പവനുമായിട്ട് ബൈക്കിൽ പോകുന്നു, മറ്റൊരു ബൈക്കിലെത്തി ആ സ്വർണം കവർന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കവർച്ച അത് ആസൂത്രിതം എന്നാണ് പോലീസ് പറയുന്നത്. സ്വർണവുമായി സഞ്ചരിച്ച ജ്വല്ലറി ജീവനക്കാരൻ ശിവേഷും കസ്റ്റഡിയിലുള്ള ബന്ധുവും ചേർന്ന് തയ്യാറാക്കിയ ഒരു കവർച്ചയാണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കസ്റ്റഡിയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് 60 പവന്റെ സ്വർണവും പോലീസ് കണ്ടെടുത്തു. ആക്രമണത്തിൽ പങ്കാളിയായ ഷിജു എന്നയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാണ്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കിപ്പം ഉള്ളത്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി അത് തന്നെയാണ്. അതൊരു ആസൂത്രിതമായിരുന്നു തന്നെയാണ്. ഇന്നലെ തന്നെ ഈ സംഭവം നടന്ന മണിക്കൂറുകൾ തന്നെ പോലീസിനെ കണ്ടെത്താനായി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ജ്വല്ലറി ജീവനക്കാരൻ, മലപ്പുറത്തെ ക്രൗൺ ജ്വല്ലറിയാണ്. അവർ ആഭരണശാലകളിലേക്ക്, ഈ ജ്വല്ലറികളിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ജീവനക്കാരാണ് ഈ ശിവേഷും ഹരിദാസും. ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്ന ബൈക്കാണ് മറ്റൊരു സംഘം മറ്റൊരു ബൈക്കിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ച് ഇവരുടെ വാഹനത്തിൽ നിന്നും ഇവരുടെ ബൈക്കിൽ നിന്നും സ്വർണം തട്ടി കൊണ്ടുപോകുന്നത്. ഇത് ഉടനെ തന്നെ ഇവർ പോലീസിനെ അറിയിക്കുകയും എല്ലാം ചെയ്തു. പിന്നെ വിശദമായ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ ശിവേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണെന്ന് പോലീസ് മനസ്സിലാവുന്നത്. അത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നു. പിന്നീട് അപ്പോഴാണ് ഇത് ആസൂത്രിതമാണെന്നും ഈ സ്വർണം മറ്റൊരു സുഹൃത്ത്, ബന്ധുവായ ഒരാളും ഒരാളും ചേർന്ന് ആണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതും പോലീസിന് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ഈ ബന്ധുവിന്റെ വീട്ടിലെത്തുന്നു. അവിടെ പരിശോധന നടത്തുമ്പോൾ ഈ മുഴുവൻ സ്വർണവും, 75 പവൻ സ്വർണവും അവിടെ നിന്ന് കാണുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആ ആക്രമണത്തിൽ പങ്കാളിയെ ഒരാൾ കൂടി ലഭിക്കാനുണ്ട്. അയാളെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുക കൂടിയാണ്. സേതു. ശരി ശരി ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.